Welcome to Kiddo Heaven. Hi children. Today we will learn a new number. ഇന്ന് നമ്മള് മാത്സിലെ ഒരു പുതിയ നമ്പർ ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മളിപ്പോ ഏതൊക്കെ നമ്പേഴ്സ് പഠിച്ചു? 1 മുതൽ 14 വരെയുള്ള നമ്പേഴ്സുകൾ നമ്മള് കൗണ്ട് ചെയ്യാനും പഠിച്ചു, എഴുതാനും പഠിച്ചു അല്ലേ? നമുക്ക് ആ നമ്പേഴ്സുകൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ? എന്റെ കൂടെ തന്നെ നിങ്ങളും പറയണേ. 1 2 3 4 5 6 7 8 9 10. Okay. 11 12 13 14. Okay. ഇന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് 14 കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് നമ്പർ ആയിട്ടുള്ള ഏതാണെന്നറിയോ? 14 കഴിഞ്ഞാൽ ഏത് നമ്പർ ആണെന്നറിയോ? 15. ഒന്ന് പറഞ്ഞേ. 15. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ഞാൻ പറയുന്ന പോലെ പറഞ്ഞേ. 15. ഒന്ന് പറഞ്ഞേ. 15. ഓക്കേ. 15 നമ്പർ എങ്ങനെ എഴുതാനറിയോ? 15 നമ്പർ എങ്ങനെ എഴുതാനറിയോ? ഇവിടെ നോക്കിക്കേ. Write number 1 and write number 5. This is number 15. 15 എങ്ങനെയാണ് എഴുതുന്നത്? Write number 1 and write number 5. This is number 15. ഇതാണ് number 15. എഴുതാൻ എളുപ്പല്ലേ? എങ്ങനെ എഴുതും? Write number 1 and write number 5. This is number 15. Okay. മനസ്സിലായില്ലേ? Number 11 എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞേ. 1 1 11 1 2 12 1 3 13 1 4 14 1 5 15. Okay. ഇനി ഞാൻ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കും. അത് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ? ഓക്കെ. ഞാനിവിടെ കുറച്ച് ഐസ്ക്രീംസ് വരച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ? എന്റെ കൂടെ തന്നെ നിങ്ങളും കൗണ്ട് ചെയ്യണേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. വെരി ഗുഡ്. ഇവിടെ 15 ഐസ്ക്രീംസ് ആണുള്ളത് അല്ലേ? 15 എങ്ങനെയാണ് എഴുതുക? Write number 1 and write number 5. This is the number 15. Okay. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 31 ഒന്ന് എടുത്തേ. അതിൽ ഏത് നമ്പർ കൊടുത്തിട്ടുണ്ട്? 15. ഒന്ന് പറഞ്ഞേ. 15. ഇവിടെ ആ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഫ്ലവേഴ്സ് ഒന്ന് കൗണ്ട് ചെയ്താലോ? കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇവിടെ 15 ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? പിന്നെ ഇവിടെ താഴെ ബോക്സില് നമ്പർ 15 എഴുതാനുണ്ട്. അപ്പൊ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പറഞ്ഞിട്ട് എഴുതാം. 1 5 15 1 5 15. അങ്ങനെ പറഞ്ഞിട്ട് ഈ ബോക്സ് നിറച്ച് നമ്പർ 15 എഴുതാം. ഓക്കെ. പിന്നെ ഇവിടെ താഴെ കുറച്ച് കേക്ക്സ് കൊടുത്തിട്ടുണ്ട്. ആ കേക്ക്സ് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കൗണ്ടിങ് നമ്പർ അത് ഈ ബോക്സിൽ എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് ഈ പിക്ചർ ക്രോസ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ ഞാനിവിടെ കൗണ്ട് ചെയ്തപ്പോ കണ്ടോ ഈ പിക്ചേഴ്സ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ വരച്ചിട്ടുള്ളത് കണ്ടോ? അതുപോലെ നിങ്ങൾ ഓരോ പിക്ചറും ക്രോസ് ചെയ്തിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. ഓക്കെ. 1
2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഇവിടെ 15 കേക്ക്സ് ഉണ്ട് അല്ലേ? അപ്പൊ ഈ ബോക്സിൽ എന്ത് എഴുതണം? 15 എങ്ങനെ എഴുതാം? Write number 1 and write number 5. അതാണ് 15. ഓക്കേ, അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.